ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രിമുഹാം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തുണി അലക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ ഞാനിപ്പോ കുറച്ച് നാളായിട്ട് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള ലിക്വിഡ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് നല്ല ഗുണമേന്മയുള്ള ലിക്വിഡാണ്. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും നന്നായിട്ട് ചെളിയെല്ലാം പോകുന്ന ലിക്വിഡുമാണ്. അപ്പൊ നമ്മള് ഓരോരുത്തർ പറയുന്ന കേൾക്കാം 10 ലിറ്റർ വരെ ഉണ്ടാക്കാമെന്ന്. പക്ഷെ 10 ലിറ്റർ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു 7-8 ലിറ്റർ വരെയൊക്കെ ഞാൻ ആക്കുന്നുണ്ട്. ആ ഒരു കൂട്ടില് 7-8 ലിറ്റർ വരെ. അപ്പൊ നമുക്ക് ഈ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പുകളിൽ പോയാൽ അലക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടാക്കുന്ന കിറ്റ് എന്ന് അവരോട് പറഞ്ഞാൽ അവര് അതെടുത്ത് തരും. ആ ലിക്വിഡിന്റെ കിറ്റിനകത്ത് അതിന് ആവശ്യമായ എല്ലാ അളവിലുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമുക്കത് കൂടുതലൊന്നും അതിനെപ്പറ്റി അറിയേണ്ടതില്ല. ഇത് ചേർക്കുന്നത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇളക്കി കൊടുക്കുന്നതും അതുപോലെ ഓരോ ട്രിപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അലക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. വാ, ഇതിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ആ കിറ്റിലുള്ളത് എന്തൊക്കെയാണെന്നും ഞാൻ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് കാസ്റ്റിക് സോഡയാണ്. കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് ഒരു ചെറിയ വെള്ളക്കല്ല് പോലെയുള്ള ഒരു സാധനമാണ് ഈ കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത്. അത് ഇതേപോലെ ഒരു അളവ് എടുത്തിട്ട് തന്നെയാണ് അവർ കിറ്റിൽ വെക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ അളവും കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇതെന്ന് പറയുന്നത് സോഡിയം സൾഫേറ്റ് ആണ്. ഇത് സ്ലറിയാണ്. ഈ ബ്ലാക്ക് കളർ വരുന്നത് സ്ലറിയാണ്. ഇത് സ്ലേസ് ആണ്. ഇതൊരു ലിക്വിഡ് രൂപത്തിലുള്ള കുറച്ച് കട്ടി ഉണ്ടാവും. വെള്ളത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടി ഉണ്ടാവും ഇതിന്. ഇത് സ്മെല്ലാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ല് ഉപയോഗിക്കാം. നമ്മുടെ തുണിയെല്ലാം നല്ല സോഫ്റ്റ് ആകാൻ, അതായത് നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊടിയാണ്. ഇത് കളർ. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കാസ്റ്റിക് സോഡയാണ്. കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് നമ്മൾ കാസ്റ്റിക് സോഡ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ചൂടാവും. ആ വെള്ളം ചൂടാവും. അതുകൊണ്ട് നമ്മൾ പരമാവധി പ്ലാസ്റ്റിക് പാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അലുമിനിയം പാത്രം ഉപയോഗിക്കാനേ പാടില്ല. അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് പാത്രമാണെങ്കിൽ നല്ലത്. പക്ഷെ ഉരുകി പോകുന്നില്ല. പ്ലാസ്റ്റിക് പാത്രം ഉരുകേണ്ട ചൂടൊന്നും ഉണ്ടാവില്ല, എങ്കിലും ഒരു ചെറിയ ചൂടുണ്ടാവും. ആദ്യം നമുക്ക് ഈ കാസ്റ്റിക് സോഡ ഈ ബക്കറ്റിലേക്ക് ഇടണം. അതിനു മുമ്പ് നമ്മൾ ഇതിലേക്ക് ഒരു 2 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ആ 2 ലിറ്റർ വെള്ളം ഈ ബക്കറ്റിലേക്ക് ഒഴിക്കാം. ഞാൻ ഓരോ ലിറ്ററിന്റെ കുപ്പിയിൽ 2 ലിറ്റർ വെള്ളം എടുത്ത് വെക്കുകയാണ് ചെയ്തത്. ഇപ്പൊ 2 ലിറ്റർ വെള്ളം ഞാൻ ബക്കറ്റിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാസ്റ്റിക് സോഡ എന്ന് പറയുന്ന ഈ സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എന്തെങ്കിലും കമ്പോ പിന്നെ പൈപ്പോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന്റെ ചൂടാറുന്നത് വരെ നമുക്കിത് മാറ്റി വെക്കാം. ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചേർക്കാൻ പറ്റൂ. അതുകൊണ്ട് ആദ്യം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ചെയ്യാം. ഏകദേശം ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. വേണ്ട, നമ്മളെ ഈ സാധനത്തിന് നല്ല ചൂടുണ്ട്. ഇനി ഈ ചൂടാറുന്നത് വരെ നമുക്ക് ഇതൊരു 1 മണിക്കൂർ കൊണ്ടൊക്കെ ഏകദേശം ചൂടാറി കിട്ടും. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ നമുക്കിത് 1 മണിക്കൂറിന് ശേഷം എടുക്കാം. അപ്പൊ നമ്മുടെ കാസ്റ്റിക് സോഡ ഏകദേശം തണുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തില് ഞാനൊരു 4 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 4 ലിറ്റർ വെള്ളത്തില് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഇതിൽ നിന്നൊരു 1/4 കപ്പ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സോഡിയം സൾഫേറ്റ് നമുക്ക് ഇതിലേക്ക് കലക്കാം. ഈ കപ്പില് കുറച്ച് വെള്ളം എടുത്തിട്ട് കലക്കാം. ഇത് ഒരുമിച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മെൽറ്റാക്കി എടുക്കണം.
നമ്മൾ ഒരുപാട് കറക്റ്റ് ഈ കിറ്റിന് കണക്കില് 10 ലിറ്റർ വെള്ളം ആക്കാന്ന് അവര് പറഞ്ഞെങ്കിലും 10 ലിറ്റർ വെള്ളം നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൂസായി പോകും. നമ്മൾ എടുക്കുന്ന ലിക്വിഡ് ലേശം ലൂസാവും. അങ്ങനെ ലൂസ് ആവാതിരിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ കൂട്ടത്തില് നമുക്ക് കിട്ടുന്ന ഈ ഇതിന്റെ എല്ലാ അളവ് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിലവിൽ ഇപ്പൊ എടുക്കുന്നത് 7 ലിറ്റർ വെള്ളമാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഇതിന്റെ 1 ലിറ്ററും കൂടെ വരുമ്പോൾ 8 ലിറ്റർ ആവും. ഈ ഒരു 1/2 ലിറ്ററും കൂടെ വരുമ്പോൾ 8.5 ലിറ്റർ ആവും. അങ്ങനെ മൊത്തം 8.5 ലിറ്റർ കണക്കിനാണ് ഇത് വരിക. നമുക്കിത് മൊത്തം ആക്കി കഴിയുമ്പം എത്ര ലിറ്റർ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഇത് ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ സ്ലറിയാണ്. ഈ സ്ലറി നമുക്ക് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ 4 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഈ സ്ലറി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ സ്ലറി മൊത്തം ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഒരേ ലെവലില് കറക്കി കൊടുക്കാം. ചെറിയ പതയെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചേർത്ത് കൊടുക്കാം. അതും മെല്ലെ ഇളക്കി കൊടുക്കണം. ഒരുപാട് സ്പീഡിൽ ഇളക്കരുത്, അന്നേരം ഇതുപോലെ പത വരും. അധികം പത വരാതെ മെല്ലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കാസ്റ്റിക് സോഡയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് മെല്ലെ ഇളക്കി കൊടുക്കണം. ഈ സ്ലറി നന്നായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചെങ്കിൽ ഒരുവിധം എല്ലാം ഇതിനകത്തുനിന്ന് വരുള്ളൂ. ഇങ്ങനൊരു കട്ടി രൂപത്തിലാണ് ഇതിന്റെ സ്ലൈസ് ഉള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചിലർ വിചാരിക്കും കളറാണെന്ന്, പക്ഷെ ഇത് കളറല്ല. ഇതില് നീല കളർ പറ്റിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് കളറ് ഞാൻ ഈ സോപ്പിന്റെ കിറ്റ് മേടിച്ചോണ്ട് വരുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. അപ്പം അതിന്റെ വെള്ളം പറ്റിയിട്ട് ഇതിന് ചേർക്കുന്ന കളറ് പുറത്തു പറ്റിയതാണ്. ഇത് നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കാം. നമുക്ക് കളറും സ്മെല്ലും ആണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ ചേർത്തു. നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ ഞാന് 2 ലിറ്റർ വെള്ളത്തില് കാസ്റ്റിക് സോഡ ആദ്യം കലക്കി വെച്ചു. അതൊന്ന് തണുത്തതിന് ശേഷം ഒരു 4 ലിറ്റർ വെള്ളത്തില് നമ്മള് സ്ലറിയും സ്ലൈസും ചേർത്ത് മിക്സ് ചെയ്തു. അതുപോലെ ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഈ 4 ലിറ്ററിന് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ഈ 4 ലിറ്ററിന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ സോഡിയം സൾഫേറ്റ് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഏകദേശം എല്ലാം ആയി. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് ഇതാണ്. ഇത് നമ്മൾ തുണി നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ അത്രയും നല്ലത്. ഒരുപാട് പത വരാതെ ശക്തി കുറച്ച് വേണം ഇളക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് സ്മെല്ല് ചേർത്ത് കൊടുക്കാം.
സ്മെല്ലും കൂടെ ചേർത്തപ്പോ നല്ലൊരു വാസന വരുന്നുണ്ട് നമ്മുടെ സോപ്പിന്റെ ലിക്വിഡിന്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കളറാണ്. കളറും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. കളറ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം. ഈ കളറും ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രൂപത്തിൽ തന്നെ അതേ കളറിൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആക്കിയ സമയത്ത് എനിക്ക് പച്ച കളറാണ് കിട്ടിയത്. ഇപ്രാവശ്യം എനിക്ക് നീല കളറാണ് കിട്ടിയത്. അങ്ങനെ പല കളറിൽ ഉണ്ടാവും. ഇത് റെഡ് കളർ ഉണ്ടാവും. അപ്പൊ നമ്മുടെ അലക്കുന്ന ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിൾ ആണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ലിക്വിഡിന്റെ സോപ്പ്. അപ്പൊ എല്ലാവരും ഇതൊന്നും ചെയ്തു നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്കിത് എത്രയുണ്ടെന്ന് നോക്കാം. ഇത് നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാണ്ട്. വെറും 400 രൂപയ്ക്ക്. എന്തായാലും 400 രൂപയ്ക്ക് ഇപ്പം നമുക്ക് കടയിൽ പോയാൽ ഇത്രയും ലിക്വിഡ് ഒന്നും കിട്ടിയല്ല. ഇത്രയും സിമ്പിൾ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതും. ഇനി നമുക്കിതെല്ലാം ഒരു കുപ്പിയിലേക്ക് മാറ്റാം. വലിയ കുപ്പി ഉണ്ടെങ്കിൽ വലിയയിലേക്ക് മാറ്റാം. ഞാനിപ്പോ ഏകദേശം എല്ലാം ഒരു 1 ലിറ്റർ വരുന്ന കുപ്പിയിലോട്ടാണ് മാറ്റുന്നത്. ഏകദേശം അളവ് എത്രയാണെന്ന് അറിയാനും കൂടിയാണ്. ഈ കുപ്പികളിലേക്കാണ് ഞാൻ മാറ്റുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇത് കുപ്പിയിലേക്ക് മാറ്റിയാലോ. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി അലക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് തറ തുടയ്ക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കുപ്പികളിലെല്ലാം നിറച്ചിട്ടുണ്ട്. 9 കുപ്പി ലിക്വിഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 9 കുപ്പി എന്ന് പറയുമ്പോൾ 9 ലിറ്റർ, ഓരോ ലിറ്ററിന്റെ കുപ്പിയിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ 9 ലിറ്റർ ലിക്വിഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ ബൈ.